ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏറ്റവും പ്രദേശ് ഹോം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നുണ്ട്. പ്ലീസ് മറക്കാതെ നിങ്ങളതൊന്ന് ചെയ്തേക്കണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചക്കര ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഗിഫ്റ്റാണിത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ലൊരു ഫ്ലവേഴ്സല്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിരികം, അത് നമ്മുടെ ഗേൾസിന് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. ചിലർക്ക് പിരികം കട്ടിയുള്ളതുണ്ടാവും, ചിലർക്ക് ഒട്ടും കട്ടിയില്ലാത്തതുണ്ടാവും. എൻ്റെ കണ്ടോ നല്ല വീതിയുണ്ട്, പക്ഷേ എൻ്റെ പിരികത്തിന് ഒട്ടും കട്ടിയില്ല. അപ്പം ഞാനത് ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും എന്നോട് പേഴ്സണലി ഞാനിങ്ങനെ പിരികം എഴുതിക്കൊണ്ട് പോകുമ്പോൾ എന്നോട് വീഡിയോയിലൊന്നും അല്ല കേട്ടോ, അല്ലാതെ നേരിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പിരികം എഴുതുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവർക്കും കൂടെ നമുക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം. അവർക്കും അതൊരു ഇതായിരിക്കുമല്ലോ, ഒരു എന്നാ പറഞ്ഞ് ചോദിച്ച കാര്യമല്ല, അത് ചെയ്ത് നോക്കുമ്പോൾ അവർക്കും മനസ്സിലാവും ഞാനതെങ്ങനെയാണ് എൻ്റെ പിരികം എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് എങ്ങനെ വളരെ പെർഫെക്റ്റായിട്ട് അധികം ബോറാവാതെ എന്നാൽ ഒരു നാച്ചുറലായിട്ട് തോന്നിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പിരികം എഴുതാമെന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനിപ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ സാധാ കൺമിഷ വെച്ചിട്ടാട്ടോ ഞാൻ എഴുതുന്നത്. കണ്ടോ, നമ്മുടെ സാധാ കൺമഷി വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. പിന്നെ ഒരു സാധനം ഉണ്ട്, ഉണ്ടേ ഇതെന്താ ഇത് ഈ അവസ്ഥയിലിരിക്കുന്നതെന്ന് നിങ്ങളൊന്നും ചോദിക്കരുത്. ഇതെൻ്റെ പിള്ളേരുടെ പരിപാടിയാണ് കേട്ടോ. ഈ സാധനം ഇപ്പം ഏകദേശം പറയുകയാണെങ്കിൽ എൻ്റെ അബിക്കുട്ടൻ കുഞ്ഞായിരുന്നു അപ്പം ഞാൻ മേടിച്ചപ്പോൾ ഒരു 7-8 വർഷത്തെ പഴക്കമുണ്ട് ഈ സാധനത്തിന്. ഞാൻ മേടിച്ചല്ല, എൻ്റെ ചേച്ചിയുടെ ആയിരുന്നു കേട്ടോ, അവളുടെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പിരുകം എഴുതുന്ന ബ്രഷാണ് കേട്ടോ. അതാണ് ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചെരിവ്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് കുറേ ബ്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിലൊന്നും എഴുതിയിട്ട് അത്ര സ്യൂട്ട് ആവുന്നില്ല. എനിക്കെന്തോ ഇതിലെഴുതുമ്പോഴാണ് ഞാൻ കംഫർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഞാൻ കളയാതെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബ്രഷ് അല്ലെങ്കിൽ ഒരു ബഡ്സ് ആയാലും മതി. ഇതേ ഒരു കൺമഷി വെച്ചിട്ട്, സാധാ കൺമഷി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പിരികം എഴുതാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തുണ്ട് പറ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. ഓക്കെ, എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാ കൺവെൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ പിരികം എഴുതുന്ന ബ്രഷല്ല, എന്തുട്ടാ ആ സാധനത്തിൻ്റെ പേര്, ഒരു ഇത് കൂട്ടുണ്ടല്ലോ, പെൻസിൽ പോലത്തെ പിരികം എഴുതുന്നത്, അത് വെച്ച് എഴുതാം. പക്ഷെ അത് വെച്ച് എഴുതുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ പിരികം പോകും. അത് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വിട്ട് പോകും. അതുകൊണ്ട് അത് വെച്ച് മാക്സിമം നിങ്ങൾ പിരികം എഴുതരുത്. ഈ കൺമഷി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ബഡ്സ് വെച്ചിട്ട് എഴുതാം. പിന്നെ ഒരിക്കലും നമ്മളിതാ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഓക്കെ, നമ്മളൊരിക്കലും പിരികം എഴുതുമ്പം ഇവിടുന്ന് നമ്മുടെ ഈ പിരികം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് ഒരിക്കലും പിരികം എഴുതി തുടങ്ങരുത്. ഞാൻ ചിലവരുടെയൊക്കെ കണ്ടേക്കുന്നത്, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പിരികം എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് പിരികത്തിൻ്റെ ലെവലിൽ കിട്ടത്തില്ല, ആ ഒരു ആകൃതിയിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഈ എൻഡിൽ നിന്ന് വേണം നമുക്ക് പിരികം എഴുതാനായിട്ട്. ഇവിടുന്ന് ആദ്യം കറക്റ്റ് ലെവൽ ചെയ്തിട്ട് നമ്മൾ ഞാൻ ഫ്രൈ അടിക്കും. നമുക്ക് ഫുള്ളി ചെയ്യാവുള്ളൂ, അല്ല പറഞ്ഞു വരുന്നൊക്കെ വിട്ടുപോവുക. അപ്പം ഞാൻ എഴുതി കാണിച്ചു തരാവേ. ഇത് നമ്മുടെ കൺവെൻഷൻ, അത് നമുക്കധികം ഡാർക്കായിട്ടും എഴുതണ്ട, ലൈറ്റായിട്ട് എഴുതിയാൽ മതി. പിന്നെ ഞാൻ പിരികം എഴുതിയതാണോ എഴുതാത്തതാണോ നല്ലതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഒത്തിരി കട്ടിക്ക് നമ്മൾ എഴുതണ്ട കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ഇത് ചെയ്തതിന് ശേഷം തലയിൽ മുടിയിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു ഓവറായിട്ട് നിൽക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതാ നമ്മുടെ എൻഡിൽ ആദ്യം ഇതാ ഈ അടിവശത്തുനിന്ന് ഇങ്ങനെ എഴുതി, പിന്നെ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ എഴുതണം. കണ്ടോ,
കണ്ടോ? അപ്പം ഈ എൻഡിലെ ആദ്യം പിരികം എഴുതാവുള്ളൂ. ഒരിക്കലും ഈ സ്റ്റാർട്ടിങ് മുതൽ പിരികം എഴുതരുത്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ചിലവരിങ്ങനെ ഈ കുഞ്ഞു പിള്ളേർക്ക് എഴുതുന്ന പോലെ ഈ വരച്ച് വിട്ട് പിരികം എഴുതുന്നവരുണ്ട്. അങ്ങനെ എഴുതുന്നത് തെറ്റാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പിരികം എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എങ്ങനെയാണ് പിരികം ബ്ലക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ കാണുന്നവർ ചോദിക്കും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതിയതാണെന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ഫുള്ളി വാച്ച് ചെയ്തിട്ട് ഇനി അടുത്ത തവണ നമ്മൾ പിരികം എഴുതി പുറത്ത് പോകുന്നവരാണെങ്കിൽ പിരികം എഴുതി ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിരികം കട്ടി കുറവാണെന്നുള്ളവരാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് പിരികം എഴുതിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇത് ഓവറായിട്ട് കട്ടി ആയിട്ട് കൺമഷി എടുത്ത് എഴുതാനും നിങ്ങൾ ശ്രമിക്കരുത്. പക്ഷെ നമ്മുടെ ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ പിരികത്തിൻ്റെ, ഈ എൻഡ് ഭാഗത്തിൽ അത്യാവശ്യം ഇച്ചിരി കട്ടിക്ക് എഴുതുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും കട്ടിക്ക് പാടില്ല. പക്ഷെ ഇവിടെ ഇച്ചിരി ഡാർക്കായിരിക്കണേ. അപ്പോൾ ഇത് എൻഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? പിന്നെ ഇത് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ അധികം വരയ്ക്കുക. നമ്മുടെ പിരികത്തിൻ്റെ ഷേപ്പിന് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഈ മോളിൽ നിന്നും വരയ്ക്കുക. കണ്ടോ? ഈ മോളിൽ നിന്നും വരച്ചിട്ട് പിന്നെ നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇവിടെ പതിയെ എടുക്കാനുള്ള ഇച്ചിരി നീട്ടം കൂട്ടിയിട്ടേക്കാം. കണ്ടോ? ഇത് എൻ്റെ ഒറിജിനൽ പിരം. ഇത് ഞാൻ എഴുതിയിട്ടുള്ള പിരികം. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറ സൈഡും വരച്ചെടുക്കാം. ആദ്യം എൻഡ് നമുക്ക് വരച്ചെടുക്കാവേ. ബഡ്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഈ ഫസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ബഡ്സിൽ കൺമഷി തൂത്തിട്ടുണ്ടല്ലോ, അത് ഒന്നെങ്കിൽ നമ്മുടെ തലമുടിയിൽ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഫുള്ളല്ല നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. തുടച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന കൺമഷി വെച്ചിട്ട് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് അതേ ഇത് ബഡ്സ് വെച്ചിട്ട് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് കട്ടി കൂടിപ്പോകും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പറ്റി ഇരിക്കുന്ന ബാലൻസും കൊണ്ട് നമ്മളിത് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടിവശം ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മൂന്ന് വശം വരച്ചു കൊടുക്കുക. ഇപ്പം അത്യാവശ്യം ഇച്ചിരി കയറി ഇറങ്ങിയിരിക്കുന്നവരുടെ പിരികാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചതുര ഷേപ്പിൽ നമുക്ക് പിരികം എഴുതി വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തത് കണ്ടോ? കണ്ടോ എങ്ങനെയുണ്ട്? ഇപ്പം നമ്മുടെ പിരികം നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? ഇനി നമ്മളിത് ഇതിനകത്തോട്ട് ഇതിൻ്റെ പിരികത്തിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് വളരെ ലൈറ്റായിട്ട് മാത്രം പൗഡർ ഇട്ട് കൊടുക്കുക. ഈ പിള്ളേരുടെ കൺമഷി കൊണ്ട് കണ്ണെഴുതിയിട്ട് നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അതാകുമ്പോഴത്തേനും ഓവർ ഡാർക്ക് കൺമഷി കറുപ്പങ്ങ് മാറി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ പിരിക അധികം പെട്ടെന്ന് പോവത്തുമില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഈ പിരിക അങ്ങനെ ഇരുന്നോളൂ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. തലയിൽ പൗഡർ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വിടുമ്പോൾ വേഗം അകലേന്ന് നോക്കുമ്പോൾ നമ്മളിത് എഴുതിയ പിരികായിട്ട് ആർക്കും തോന്നത്തുമില്ല. നമ്മുടെ നാച്ചുറൽ പിരികായിട്ട് എല്ലാവർക്കും തോന്നത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ മറ്റേ സംഭവം എടുക്കുക, ഐഷാഡോ അതിൻ്റെ ആ പാലറ്റിൽ നോക്കണ്ട, ഇതെല്ലാം തീർന്നു പോയതാണ്. എൻ്റെ ഗിൽറ്റ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയല്ല, ഇത് പ്യൂർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് പോലെടുത്തൊരു കളറാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. അതുകൊണ്ട് ഗിൽറ്റ് സാധനത്തിനകത്തുണ്ട്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഐഷാഡോ പാലറ്റിൽ ഈ വൈറ്റ് കളറില്ലേ, അത് കുറച്ചെടുത്തിട്ട് നമ്മളിത് ഈ എൻഡിലൊന്ന് തൂത്ത് കൊടുക്കുക.
വൈറ്റ് കളർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ എഴുതുമ്പോഴത്തേനും നമ്മുടെ പിരുകത്തിനൊരു ഫിനിഷിങ് ടച്ചും കിട്ടും. അപ്പം ഇപ്പോൾ പിരുകയില്ലാത്തവർക്കും പിരുകത്തിന് ഇഷ്ടപ്പെടുന്നവർക്കും പിരുകത്തിന് കട്ടി കുറവാണെന്നോർത്ത് വിഷമിക്കുന്നവരൊക്കെ ഞാൻ ഈ കാണിച്ചു തന്ന ടിപ്പിൽ തന്നെ പിരുക എഴുതാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ഇവിടെ മുതൽ പിരുക എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങരുത്. അത് ഇവിടുന്ന് കുറച്ച് ഡാർക്കാക്കിയിട്ട് ആദ്യം നമ്മൾ ഈ എൻഡ് ഭാഗം കറക്റ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഈ താഴെ നിന്ന് വരച്ച് മുകളിൽ നിന്ന് വരച്ച് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ പിരുകത്തിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് വളരെ ക്ലീനായിട്ട് 3D പെർഫെക്റ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതിയതാണെന്ന് മനസ്സിലാവത്തുമില്ല. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന എൻ്റെ വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞതിന് ഇച്ചിരി തെറ്റുകളൊക്കെ വരും. അതൊക്കെ നിങ്ങളങ്ങ് സ്വാഭാവികമായിട്ടങ്ങ് ക്ഷമിച്ച് വിടുക. അപ്പോൾ എങ്ങനെയുണ്ട് പിരുക എഴുതിയിട്ട് പെട്ടെന്ന് ഒന്ന് തൂത്ത് കൊടുക്കുക. പെട്ടെന്ന് നോക്കി എഴുതിയതാണെന്നുള്ളത് മനസ്സിലാവുമോ? ഇല്ല. പക്ഷെ നമ്മൾ നല്ല കട്ട പിരുകുണ്ട്. ഇപ്പം തന്നെ പ്ലക്ക് ചെയ്തെടുത്ത ഒരു ഷേപ്പിലാണ് നമ്മുടെ പിരുകം നിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പിരുകം എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു 860 സംതിങ് അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത്ര ആൾക്കാരോട് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ എനിക്ക് പിരുക എഴുതിയതാണോ എഴുതാത്തതാണോ നല്ലതെന്നുള്ളത് നമ്മൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ